നമ്മൾ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു ആവശ്യവുമായി വന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനോട് എപ്പോഴെങ്കിലും വൈ ക്യാൻ വി ഡു സംതിങ് മോർ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെറിയൊരു ചോദ്യമല്ല. വൈ ക്യാൻ വി ഡു സംതിങ് മോർ ജീവിതത്തിലെ മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ തൊട്ട അനുഭവങ്ങളിലൊന്നായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോണിക്സ് എന്ന് പറയുന്ന അമേരിക്കൻ നഗരത്തിലെ 4 വയസ്സുകാരനായ ബോബ്സിയുടെ ജീവിതമാണ്. ബോബ്സിയുടെ ജീവിതം 4 വയസ്സുകാരനായ ലുക്കീമിയ ബാധിതനായ ബോബ്സിയുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് കീഴ്മേൽ മറിയുന്നത് അവന് ലുക്കീമിയ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ്. ഡോക്ടർ അവൻ്റെ അമ്മയോട് പറയുന്നു, മകൻ 3 മാസം കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ. അമ്മ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. 4 വയസ്സുകാരൻ, ഒറ്റ മകൻ, ജീവിതത്തിൻ്റെ പടർപ്പുകൾ തൊട്ട് തുടങ്ങുന്ന പ്രായം. അമ്മയോട് മകൻ ഒരാഗ്രഹം ഇങ്ങോട്ട് പറയുന്നു, അമ്മ എനിക്കൊരു കുഞ്ഞാഗ്രഹമുണ്ട്. അവന് മരിച്ചോന്നൊന്നും അറിയില്ല, തനിക്ക് ലുക്കീമിയാണെന്ന് അവനറിയില്ല. എന്നിട്ടും അമ്മയോട് അവനൊരാഗ്രഹം പറയുന്നു, അമ്മ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും എനിക്കൊരു ഫയർമാനായി ജീവിക്കണം, എനിക്കൊരു ഫയർമാൻ ആകണം. അമ്മ ഒരിക്കലും സാധ്യമാകില്ല എന്ന് ഭയപ്പെടുന്ന ഒരാഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി പിറ്റേന്ന് തന്നെ ഫോണിക്സ് നഗരത്തിലെ ഒരേ ഒരു ഫയർ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബോബ്സിയുടെ അമ്മ ഫയർ സ്റ്റേഷനിൽ ചെന്ന് ബോബ് എന്ന് പറയുന്ന ഫയർ എഞ്ചിൻ ഓഫീസറെ കാണുക. അമ്മ മകൻ്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് റിക്വസ്റ്റ്, ഒരു അപേക്ഷ ഈ ബോബ് എന്ന് പറയുന്ന ഫയർ സ്റ്റേഷൻ ഓഫീസറോട് പറയണം, ഒരു ദിവസം അവനെ നിങ്ങളുടെ കൂടെ നിർത്താമോ? ഒരു ദിവസം, വെറുതെ കുറച്ചു നേരം അവന് തോന്നണം താനൊരു ഫയർ മാനായിട്ടാണ് ജീവിച്ചത് ഒരു ദിവസമെങ്കിലും എന്ന് തോന്നാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കൂടെ എൻ്റെ മകനെ ഒന്ന് നിർത്താമോ? അപ്പോൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബോബ്സി എന്ന 4 വയസ്സുകാരനായ ലുക്കീമിയ ബാധിതനായ കുഞ്ഞിൻ്റെ അമ്മയോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, മാം വൈ ക്യാൻ വി ഡു സംതിങ് മോർ? മാം വൈ ക്യാൻ വി ഡു സംതിങ് മോർ? അമ്മ, നമുക്കിതിനേക്കാൾ മഹത്തരമായി, ഇതിനേക്കാൾ മികച്ചതായി എന്തെങ്കിലും ചെയ്തുകൂടെ? പിന്നെ ബോബ് പറയുന്നത് ഇങ്ങനെയാണ്, അടുത്ത ബുധനാഴ്ച ബോബ്സി വരട്ടെ, 4 വയസ്സുകാരൻ ഇവിടെ വരട്ടെ. ഇവൻ വരുമ്പോൾ അവന് വേണ്ടി അവൻ്റെ കുഞ്ഞിളം ശരീരത്തിന് പാകമായ ഒരു യൂണിഫോം, ഫയർ ഓഫീസർമാരുടെ യൂണിഫോം ഞാൻ തയ്പ്പിച്ചു വെച്ചേക്കാം. അവൻ വരുമ്പോൾ അവനെ ഓണററി ഫയർമാനായി ഞങ്ങൾ സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കും. അന്നേ ദിവസം എവിടെ തീപിടുത്തമുണ്ടായാലും എവിടെ അപകടമുണ്ടായാലും എല്ലായിടത്തേക്കും ഫയർ എഞ്ചിനിൽ ഞങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് അവൻ സഞ്ചരിക്കും. 3-4 ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ വരികയാണ്. ഈ കുഞ്ഞിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയാണ്. അവന് സല്യൂട്ട് കിട്ടുകയാണ്. അവൻ തൊപ്പി വെക്കുകയാണ്. അവൻ അന്ന് ഉണ്ടായ എല്ലാ തീപിടിക്കുന്ന പ്രദേശങ്ങളിലേക്കും ഒരു മുതിർന്ന ഓഫീസറെ പോലെ അഭിമാനത്തോടു കൂടി ഈ ബോബ് എന്ന് പറയുന്ന ഫയർ ഓഫീസറുടെ കൂടെ വണ്ടിയിലിരുന്ന് സഞ്ചരിക്കുകയാണ്. എല്ലായിടത്തും അവനോടൊപ്പം സൈറൻ മുഴങ്ങുകയാണ്. സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടി താനൊരു ഫയർമാനാണെന്ന തോന്നലോടുകൂടി അവൻ തിരിച്ച് ആശുപത്രിയിലേക്ക് മടങ്ങി. 3-4 ദിവസം കഴിയുമ്പോൾ അമ്മയോട് ഡോക്ടർ പറയുന്നു, ഇന്ന് രാത്രി ബോബ്സി എന്ന 4 വയസ്സുകാരൻ ഇന്ന് രാത്രി പിന്നിടില്ല. എന്തെങ്കിലും ആരോടെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉറപ്പായും ഇന്ന് രാത്രി തന്നെ അറിയിക്കണം. പെട്ടെന്ന് അമ്മയുടെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം ബോബ് എന്ന് പറയുന്ന ഈ ഫയർമാൻ്റേതാണ്. ബോബിനെ വിളിച്ച് അമ്മ മടിച്ചു ചോദിക്കുന്നു, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം സാറിന് എൻ്റെ മോനോടൊപ്പം ഇന്ന് രാത്രി കുറച്ചു നേരം ആ ഫയർ ഓഫീസറുടെ ഉടുപ്പിട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ണടച്ച് മനുഷ്യരാശിയുടെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന കാരുണ്യത്തോടെ ബോബ് അമ്മയോട് ചോദിക്കുന്നു, മാം വൈ ക്യാൻ വി ഡു സംതിങ് മോർ? നമുക്കെന്തുകൊണ്ട് കുറെ കൂടി മഹനീയമായത് ചെയ്തുകൂടാ? നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ അമ്മ കാണുന്നത് ആശുപത്രിയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തിട്ട് സൈറൻ മുഴങ്ങുകയാണ്. ആ ഫോണിക്സ് നഗരത്തിലുള്ള മുഴുവൻ ഫയർ എഞ്ചിനുകളും അവിടെ വന്ന് ശബ്ദമുണ്ടാക്കി മുഴക്കം നിർത്തിക്കഴിഞ്ഞ് 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഈ അമ്മയും മകനും കാണുന്നത് 7-ാം നിലയിൽ അവർ പാർക്കുന്ന ആശുപത്രിയുടെ ജനാല തുറന്ന് ആ ജനാലയിലൂടെ കോണി വെച്ച് ആ നഗരത്തിലെ മുഴുവൻ ഫയർ ഓഫീസർമാരും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഈ ഫയർ ഓഫീസറിൻ്റെ കുപ്പായം അണിഞ്ഞ് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഈ കുഞ്ഞ് ബോബ്സിയുടെ അരികിലേക്ക് വരികയാണ്. ബോബ്സിയെ കെട്ടിപ്പിടിച്ച് അവൻ എത്രത്തോളം പ്രധാനപ്പെട്ടവനാണ് തങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എന്ന് പറഞ്ഞു. നിമിഷങ്ങൾ കടന്നു പോകുന്നു. കുഞ്ഞു മരിക്കാൻ തുടങ്ങുന്ന നിമിഷത്തിന് മുമ്പ് കണ്ണടച്ചുകൊണ്ട് ഈ ഫയർമാൻ്റെ ഉടുപ്പിട്ട ബോബിനോട് ബോബ്സി പതുക്കെ ചോദിക്കുന്നു, സർ, സത്യം പറയാമോ, ഞാൻ ശരിക്കും ഒരു ഫയർമാനാണോ? സർ, സത്യം പറയാമോ, ഞാൻ ശരിക്കും ഒരു ഫയർമാനാണോ? കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ബോബ് പതുക്കെ പറയുന്നു, അതെ, നീയാണ് ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഫയർമാൻ. നീയാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഫയർമാൻ. ഈ ആത്മകഥ, ഈ അനുഭവം, ഈ ഓർമ്മ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. സ്മാൾ ബോബ്സി സ്മൈൽഡ് ആൻഡ് ഷട്ട് ഹിസ് ഐസ് ഫോർ ദ ലാസ്റ്റ് ടൈം. സ്മോൾ ബോബ്സി സ്മൈൽഡ്. അവൻ കുഞ്ഞു ബോബ്സി ചിരിച്ചു. ഭൂമിയിൽ അവസാനമായ അവനവൻ്റെ കുഞ്ഞു കണ്ണുകൾ ഇറുകി അടച്ചു എന്നാണ്
ഈ അനുഭവം പറയുന്നത്. ലോകം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ചില മനുഷ്യർ തൻ്റെ മുന്നിൽ ദൈന്യതയുമായി വരുന്ന മറ്റു ചില മനുഷ്യരോട് വൈ ക്യാൻ വി ഡു സംതിങ് മോർ എന്ന് ചോദിക്കാൻ ഒരുമ്പിടുന്നത് കൊണ്ടാണ് എന്ന് ബോക്സിയുടെ ഓർമ്മ നമ്മളെ ഓർമ്മിപ്പിക്കും.